തലപതി. അപ്പോൾ നമ്മുടെ അണ്ണൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, ജനനായകൻ. ഞാനൊരു കട്ട തളപതി ഫാനാണ്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ നമ്മൾ തളപതി ഫാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടൈമൊക്കെ നോക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും എപ്പോഴാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് ആദ്യം പോയിട്ട് വേഗം കണ്ടിട്ട് വരാം. ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப, அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? ആ ഫ്രെയിം വന്നിട്ടില്ല, രണ്ട് സൈഡും ആന. அதை செய்யற சம்பவம் எல்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்க கூடாது சார். விஜய புலி மாதிரி வளர்க்கும். இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்கா கையெழுத்து போடுமா? ദൈവമേ, റീമേക്ക് ആവില്ലേന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഭഗവത് കേസരി. என் பொண்ணை தொட சொன்னவன் யாரு? யாரு? யாரா? Come, let's play a game. இன்னிலிருந்து 9வது நாள் இந்தியா என் காலடியில வந்து விழும். என்ன பிளான்? ஓயா. അപ്പോൾ ഇന്ത്യ എൻ കാലടിയിൽ വന്ന് വീഴണം. അപ്പോൾ വില്ലൻ ഇന്ത്യയിലല്ല. அழிவு. எனக்கு நார்மலாம் வேண்டாம். பாரு என் கை எப்படி நடக்குதுங்க. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. ஐயோக்கியனுமே ஒன்னா நிற்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது. விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்போ கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா. அரசியலுக்கு வரீங்க. എന്തോ റോബോട്ടോ ഇതൊക്കെയാണ്. ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക്, അതായത് ഞങ്ങൾ ഫാൻസിന് വേണ്ട എല്ലാ സംഭവങ്ങളും അതിലുണ്ടാവും. അത് നമുക്ക് തരും. അത് എനിക്ക് പറയാനുള്ളത്, വേറെ കുറച്ച് ടീമുണ്ട്. നമ്മുടെ അണ്ണൻ്റെ പടം ഇറങ്ങിയാൽ പോയി കാണും ചെയ്യും. എന്നാൽ കണ്ടിട്ട് അതൊരു കുറ്റം പറയാൻ വേണ്ടി പോയി കാണാണ്. ഇഷ്ടപ്പെട്ട് കാണണമെന്ന് എനിക്കറിയില്ല. കുറ്റം പറയാൻ വേണ്ടി പോയി കാണുക. അവനെ കാണാതിരുന്നോടെ. നമ്മളൊക്കെ തളപതിയുടെ സിനിമയ്ക്ക് പോണത് ആ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ. അവസാന പടാന്നൊക്കെ പറയുന്നത്, പക്ഷെ അവസാന പടാവാതിരിക്കട്ടെ. പിന്നെ ഇതൊരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്കാണെന്നൊക്കെ പറഞ്ഞു, ബാലയുടെ ഭഗവത് കേസരി പറഞ്ഞൊരു പടത്തിൻ്റെ. പക്ഷെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ആ സിനിമത്തെ സെയിം സാധനം ആയിരുന്നു. ഈ ഞാൻ പറഞ്ഞില്ല,
എനിക്ക് തോന്നുന്നത് എനിക്ക് ആ സിനിമത്തെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് ആ കഥ ആഡ് ചെയ്യും തോന്നുന്നുണ്ട്. അങ്ങനെയാവും തോന്നുന്നു. അപ്പം എന്തായാലും ജനുവരി 9 നമുക്ക് തള്ളപ്പത്തി